WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് ലോഗൻ പോൾ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിൽ സിംഗിൾസ് മാച്ച് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാം. അതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം WWE നമ്മുടെ R2 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് R2 പറ്റി പറയാം. R2 നമ്മൾക്കറിയാം ജോൺ സീനയുടെ കൂടെ ഇപ്പോഴാണ് സ്റ്റോറി ലൈനൊക്കെ ചെയ്ത് ഒരു മാച്ച് എല്ലാം ചെയ്തത്. അതുപോലെ ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗണിലും JD മാറ്റിയോടെ കൂടെ ഒരു മാച്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു R2. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം R2 WWE റിലീസ് ചെയ്തേക്കാണ്. ഇത് R2 തന്നെയാണ് പോസ്റ്റ് എല്ലാം ഇട്ട് പറഞ്ഞിട്ടുള്ളത്. WWE റിലീസ് ചെയ്തു, ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് R2 പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ R2 WWE കോൺട്രാക്റ്റ് എല്ലാം അവസാനിച്ചതുകൊണ്ടാണ്. അതായത് കോൺട്രാക്റ്റ് തീർന്നതിന് ശേഷം പുതിയ ഡീലുമായിട്ട് R2 WWE സമീപിച്ചില്ല എന്നും അതിന് പകരം R2 നേരിട്ട് റിലീസ് ചെയ്തു എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് WWE ചെയ്തത് തെണ്ടിത്തരം തന്നെയാണ്. അതായത് ഇതിനു മുൻപ് ബ്രോൺ സ്ട്രോമൻ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പല റെസ്ലേഴ്സിനെയും ഇവർ കളഞ്ഞു. എന്നാൽ R2 എന്ന റെസ്ലറെ വെച്ച് നോക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള റെസ്ലറായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റെസ്ലേഴ്സിൻ്റെ പേര് മാറ്റി പറഞ്ഞും പല ലെജൻഡ് റെസ്ലേഴ്സിൻ്റെ കൂടെ സെഗ്മെൻറ്റ് ചെയ്ത സമയത്ത് അവരെ ചിരിപ്പിച്ചുകൊണ്ടും നമ്മുടെ R2 മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10-17 വർഷമായിട്ട് WWE തന്നെയാണ് വർക്ക് ചെയ്യുന്നത് R2. അതുപോലെ TNA മറ്റ് കമ്പനികളിലൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഭൂരിഭാഗം സമയവും WWE അപ്പോൾ നല്ല എൻ്റർടൈനർ ആയിട്ടുള്ള ഈ ഒരു റെസ്ലറെ റിലീസ് ചെയ്യുന്നത് ശരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ R2 നമ്മൾക്കിനി WWE കാണാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 24x7 ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കൂതറ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നപ്പോൾ ആ ചാമ്പ്യൻഷിപ്പിൻ്റെ ലെവൽ മാറ്റിയതും R2 ഒരുപാട് ഫണ്ണി സെഗ്മെൻ്റ് എല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പാവത്തിനെ WWE റിലീസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഏകദേശം 53 വയസ്സോളം എല്ലാം R2 ഉണ്ടാകും. ഇവർക്ക് റിലീസ് ചെയ്യാതെ പുതിയ കോൺട്രാക്റ്റ് കൊടുത്ത് ഇവിടെ തന്നെ വെക്കാമായിരുന്നു. നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യാമായിരുന്നു. ഇടയ്ക്ക് ഓരോ മാച്ചും കൊടുത്തുകൊണ്ട് ഇപ്പോൾ R2 മൊത്തത്തിൽ ഇവർ ഒഴിവാക്കിയേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് WWE അല്ലെങ്കിൽ TK ഗ്രൂപ്പ് ചെയ്ത തെണ്ടിത്തരമാണ് എന്ന്. ഈ WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് ലോഗൻ പോൾ ഇവർക്ക് മാച്ച് വെക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കാം. ഇപ്പം നമുക്കറിയാം മണി ഇൻ ദി ബാങ്ക് കോഡി റോഡ്സ്, ജെയ് യൂസോ, ജോൺ സീന, ലോഗൻ പോൾ ഇവർക്ക് ടാഗ് ടീം മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് അല്ലെങ്കിൽ ഇവരുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോഗൻ പോളിനും സീനയ്ക്കും ഒട്ടും സെറ്റ് ആവാത്തത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇവർ ടീമായി നിൽക്കുന്നുണ്ട് എങ്കിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതേ സംഭവം പറഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടാഗ് ടീം മാച്ചൊക്കെ ഉൾപ്പെടുത്തിയാണ് ലോഗൻ പോൾ, ജോൺ സീന ഇവർക്ക് മാച്ച് വയ്ക്കുക. അത് എടുത്ത ഉടനെ വെക്കും എന്നല്ല. ജോൺ സീന ചാമ്പ്യൻഷിപ്പൊക്കെ തോറ്റ് ഫേസ് ആയതിനു ശേഷം ലോഗൻ പോളിൻ്റെ കൂടെ സിംഗിൾസ് മാച്ച് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതല്ലാതെ ചാമ്പ്യൻഷിപ്പിന് ചാൻസ് ഇല്ല. അതായത് ഹീൽ ജോൺ സീന വേഴ്സസ് ഹീൽ ലോഗൻ പോൾ മാച്ച് നടത്തില്ല. സീന ഫേസ് ആയതിനു ശേഷം ഈ ഒരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇവർക്ക് സ്പാർക്ക് വരുന്നത് പോലെയും ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് മണി ഇൻ ദി ബാങ്കിലും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് സീന ഫേസ് ആകുമ്പോൾ ലോഗൻ പോൾ വന്ന് മാച്ച് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതിനൊരു സാധ്യതയാണ് ഉള്ളത്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.